ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി ആഗതമായിരിക്കുകയാണ്. എവിടെയും നമുക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, എവിടെയും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ക്യാരൽസും സാന്റാക്ലോസും ഒക്കെയായി വളരെയധികം വർണ്ണാഭമായ ഒരു സീസണാണിത്. എവിടെയും ഏവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായി ഇന്ന് ക്രിസ്മസ് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് എ സീസൺ, ഇതൊരു സീസണാണ്. എ റീസൺ ടു സെലിബ്രേറ്റ്, എ സീസൺ ടു സെലിബ്രേറ്റ് എന്ന തലത്തിലേക്ക് നാം ഒക്കെയും എത്തിയിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഇന്ന് നാം ഓരോരുത്തരും മനുഷ്യ ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രമാത്രം ഓരോ വ്യക്തി ജീവിതങ്ങളും, അവരവരുടെ വ്യക്തി ജീവിതങ്ങളാകട്ടെ, അവരവരുടെ പ്രൊഫഷണൽ ലൈഫുകളാവട്ടെ, എത്രമാത്രം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരല്പം ഒന്ന് റിലാക്സ് ചെയ്യുവാൻ, ഒരല്പം ഒന്ന് സമാധാനവും സന്തോഷവുമായി കുടുംബത്തോട് ഒപ്പമായിരിക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ഭവനങ്ങളുടെയൊക്കെയും മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എവിടെ നോക്കിയാലും തോരണങ്ങളും പുൽക്കൂടുകളും ഓടിയും ചാടിയും നടക്കുന്ന ക്രിസ്മസ് ട്രീകളും സ്റ്റാറുകളും ഒക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു ക്രിസ്മസ് രാവ് അത്ര സുഖകരമായ ഒരു രാവ് ആയിരുന്നില്ല പലർക്കും. ഇന്ന് നാം ഈ ക്രിസ്മസ് രാവിൽ സന്തോഷിക്കുന്നുവെങ്കിൽ നൂറ്റാണ്ടുകൾക്കപ്പുറം ആ ഒരു രാത്രി ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പരിശുദ്ധ അമ്മ മറിയവും യൗസേപ്പ് പിതാവും കടന്നുപോയ ആ ഒരു വേദനയും പ്രയാസവും എത്രമാത്രം ഉണ്ടായിരിക്കുമെന്ന്. ഇന്ന് നമുക്ക് ഈ സന്തോഷത്തിലും സമാധാനത്തിലും ആയിരിക്കുവാൻ വേണ്ടി ഒരു രക്ഷകൻ അന്ന് അവിടെ പിറവിയെടുത്തപ്പോൾ നമുക്കൊക്കെയും കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവസ്നേഹം അവിടെ പിറക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് അന്ന് രാജകൊട്ടാരങ്ങളിലും അത്ര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നില്ല. യഹൂദന്മാരുടെ രാജാവായി ഒരു കുഞ്ഞ് എവിടെയോ പിറക്കാൻ പോകുന്നു എന്ന ശ്രുതി രാജകൊട്ടാരങ്ങളിൽ അവരുടെ സമാധാനത്തെ കെടുത്തിയിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടത്രേ ഹെരോദ രാജാവ് ആ കുഞ്ഞ് എവിടെ ജനിച്ചിരിക്കുന്നു എന്ന് അറിയുവാൻ തക്കവണ്ണം വിദ്വാൻമാരെ അന്വേഷണത്തിനായിട്ട് അയക്കുന്നതും, കണ്ടെത്തുവാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വധിക്കുവാനായിട്ട് കൽപ്പന അയക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നാം ഓർക്കുക, ഇന്ന് നാം അനുഭവിക്കുന്ന ഈ ഒരു സന്തോഷത്തിൻ്റെ ദിനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ മറിയവും യൗസേപ്പ് പിതാവും ഒക്കെ കടന്നുപോയ ആ ഒരു വേദനയുടെയും എത്രമാത്രം പ്രയാസത്തിൻ്റെയും ഒരു ദിനമായിരുന്നു അത്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിദ്വാൻമാരുടെ കണക്കുകൂട്ടലുകളൊക്കെയും തെറ്റിപ്പോയ ഒരു ദിവസം, ശാസ്ത്രം പരാജയപ്പെടുന്ന ഒരു ദിവസമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം വിദ്വാൻമാരും രാജാവും ഒക്കെ വിചാരിച്ചത് യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ ഒരു കൊട്ടാരത്തിലായിരിക്കുമെന്നാണ്. എന്നാൽ പിറന്നതോ വെറും ഒരു കാലിത്തൊഴുത്തിൽ, പുൽക്കൂട്ടിലാണ് ആ രക്ഷകൻ പിറന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു ചിന്ത, നമുക്കൊക്കെയും അറിയാം, ഈ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയെ കാണുവാനായിട്ട് ആരൊക്കെയാണ് സന്ദർശകരായിട്ട് പ്രധാനമായിട്ട് വന്നത്. നാം പുൽക്കൂടുണ്ടാക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ വയ്ക്കുന്ന 2 ആൾക്കാരാണ്, 2 കൂട്ടം ആൾക്കാരാണ്. ആട്ടിടയന്മാരും 3 വിദ്വാൻമാർ, 3 രാജാക്കന്മാർ എന്നൊക്കെയും പറയുന്നുണ്ട്. അപ്പോൾ ഇവരിൽ ആരാണ് യഥാർത്ഥത്തിൽ പുൽക്കൂട്ടിൽ വന്ന് ക്രിസ്തുവിനെ അല്ലെങ്കിൽ രക്ഷകനെ കണ്ടത്? ആരാണ്? അഥവാ രാജാക്കന്മാരും ആട്ടിടയന്മാരും പുൽക്കൂട്ടിൽ വന്നാണ് ക്രിസ്തുവിനെ കണ്ടത്. അല്പമായിട്ട് നമുക്കൊന്ന് വിശുദ്ധ വേദപുസ്തക ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ ഈ 2 കാറ്റഗറിയാണ് രക്ഷകനായി പിറന്ന
ഉണ്ണിയെ കാണുവാനായിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. ആട്ടിടയന്മാർ അഥവാ സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള വളരെ സാധാരണക്കാരായ ഒരു കൂട്ടം ആൾക്കാർ, അതുപോലെ തന്നെ വിദ്വാൻമാർ, സമൂഹത്തിലെ ഉന്നത പദവിയിലിരിക്കുന്ന വിദ്വാൻമാരെയുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ദൈവസ്നേഹത്തിന് മുന്നിൽ പണ്ഡിതനും പാമരനുമില്ല. ദൈവസ്നേഹം, ദൈവം എല്ലാവരെയും ഒരുപോലെ കരുതുന്നു എന്നാണ് ഈ പുൽക്കൂടിൻ്റെ അനുഭവം തന്നെ നമുക്ക് നമ്മെ പഠിപ്പിക്കുന്നതായ പാഠം. അപ്പം ഈ പുൽക്കൂട്ടിലേക്കുള്ള ഇവരുടെ യാത്രയിൽ ഇവർ എന്ത് തേടിയാണ് പോയത്? ഇവർ രക്ഷകനെ തേടിയുള്ള ഈ യാത്ര അത് അവസാനിക്കുന്നത് ദൈവസ്നേഹം കണ്ടെത്തുന്നതിലാണ് അത് അവസാനിക്കുന്നത്. ഈ പുൽക്കൂട്ടിൽ ദൈവസ്നേഹമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ആരാണ് ആദ്യമായിട്ട് പുൽക്കൂട്ടിലേക്ക് വന്നത്? വിശുദ്ധ ലൂക്കോസ് ലിഹായുടെ സുവിശേഷം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പുൽക്കൂട്ടിലെ ആദ്യ സന്ദർശകരായിട്ട് ആട്ടിടയന്മാരായിരുന്നു. വെളിമ്പ്രദേശത്ത് ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് മാലാഖ പ്രത്യക്ഷമാവുകയും മാലാഖ അവരെ നയിച്ചതനുസരിച്ച് അവർ ബേത്ലഹേമിലെ ആ പുൽക്കൂട്ടിൽ എത്തുകയും ഉണ്ണിയെ കണ്ട് നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് ലിഹായുടെ സുവിശേഷം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ അവർ ബന്ധപ്പെട്ട് ചെന്ന് മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടെത്തിയതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഈ 3 വിദ്വാൻമാരുടെയോ അഥവാ രാജാക്കന്മാരുടെയോ പേരുകളോ വിവരങ്ങളോ ഈ സുവിശേഷത്തിൽ കാണുന്നില്ല. ഇനി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലാണ് ഈ 3 വിദ്വാൻമാരുടെ കാര്യം കാണുന്നത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഹേരോദ രാജാവ് ബേത്ലഹേമിൽ ജനിച്ച യഹൂദയിലെ ബേത്ലഹേമിൽ യേശു ജനിച്ച ശേഷം 2-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതുണ്ട്. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. അതായത് കുഞ്ഞ് ജനിച്ച ശേഷമാണ് ഈ വിദ്വാൻമാർ കിഴക്ക് നിന്നും വരുന്നത്. അവർക്ക് മുന്നമേ അവർക്ക് വഴികാട്ടിയായി ഒരു നക്ഷത്രം, ഇവർ ഒരുപക്ഷെ ജ്യോതിഷികളെന്ന് ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവർ ഈ നക്ഷത്രം നോക്കിയാണ് ഇവർ മുന്നോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. വീണ്ടും നക്ഷത്രം നിന്ന് ആ സ്ഥലത്ത് അവർ നോക്കുമ്പോൾ നമുക്ക് 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടി കണ്ടു. അപ്പോൾ അവരവിടെ കാണുന്നത് ഈ പുൽക്കൂട്ടിലല്ല വിദ്വാൻമാർ യേശുവിനെ കണ്ടെത്തിയത്, മറിച്ച് ജോസഫും അമ്മ മറിയവും പുൽക്കൂട്ടിൽ അല്ലെങ്കിൽ ബേത്ലഹേമിൽ നിന്ന് ക്രിസ്തു ജനിച്ച ശേഷം അവർ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ വെച്ചാണ് വിദ്വാൻമാർ കാണുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗ്രീക്ക് വേദപുസ്തകം അടിസ്ഥാനമാക്കി ഗ്രീക്ക് വേർഡ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വിശുദ്ധ ലൂക്കോസ് ലിഹായുടെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് ബ്രഫോസ് എന്നാണ്. ആ ഗ്രീക്ക് പദം ബ്രഫോസ് എന്നാണ്. ഈ ബ്രഫോസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ന്യൂ ബോൺ ബേബി, അതായത് ജനിച്ചു കഴിഞ്ഞ ഉടനെയുള്ള കുഞ്ഞിനെയാണ് ബ്രഫോസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ലൂക്കോസ് ലിഹായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആട്ടിടയന്മാർ കണ്ടത് കുഞ്ഞ് ജനിച്ച ശേഷമാണ്, ഉടനെ തന്നെയാണ് ആട്ടിടയന്മാർ കാണാനായിട്ട് ഇടയായത്. എന്നാൽ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് പൈദിയോൺ എന്നാണ്. പൈദിയോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടോഡ്ലർ അല്ലെങ്കിൽ ഒരു യങ് ചൈൽഡ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൂക്കോസ് ലിഹായുടെ സുവിശേഷം 18-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ തടയരുത്, അവരെ വിടുവാനായിട്ട് പറയുമ്പോൾ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാനായിട്ട് പറയുന്ന ആ ഒരു ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്നത് ഈ സെയിം വാക്ക് തന്നെയാണ്. പൈദിയോൺ എന്ന വാക്കാണ്, ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ
അർത്ഥം അതൊരു ന്യൂ ബോൺ ബേബി അല്ല, കുറച്ചുകൂടെ വലുതായ ഒരു ബേബി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ നാം വായിച്ചു നോക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷവും വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷവും നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ ഇലസ്ട്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഒരു വീട്ടിൽ ചെല്ലുന്നതായിട്ടാണ്, 3 വിദ്വാൻമാർ ഒരു വീട്ടിൽ ചെല്ലുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. നേരെ മറിച്ച് ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ ആട്ടിടയന്മാരാണ് ആദ്യമായിട്ട് പുൽക്കൂട്ടിലേക്ക് ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ വിശുദ്ധ വേദഭാഗം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പുൽക്കൂട്ടിൽ ആദ്യമായി എത്തിയത് ആട്ടിടയന്മാരാണ്. അതുപോലെ തന്നെ വിദ്വാൻമാർ ഉടനെ അല്ല ക്രിസ്തുവിനെ കണ്ടത്. ശിശുവിനെ ജനിച്ച ഉടനെ അല്ല വിദ്വാൻമാർ കണ്ടത്. ശിശു ജനിച്ച ശേഷം ഒരല്പസമയം കഴിഞ്ഞ ശേഷം അവർ വീട്ടിലെത്തിയിട്ടാണ് വിദ്വാൻമാർ കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പം നമുക്കറിയാം, നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ആട്ടിടയന്മാരും 3 രാജാക്കന്മാരും ഒക്കെ നമ്മൾ ഒരുമിച്ച് വെക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എനിക്ക് അപ്പോഴും ഉണ്ടായ ഒരു സംശയമാണ്, ഇത്തവണ പുൽക്കൂട് ഉണ്ടാക്കിയപ്പോൾ ആട്ടിടയന്മാരും രാജാക്കന്മാരും ഒരുമിച്ചാണോ അവിടെ സംഗമിച്ചത് എന്ന ഒരു സംശയം തോന്നി. അതിന് പ്രകാരം നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ വീണ്ടും ഇവിടെ പഠിപ്പിക്കുന്നു, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഈ പുൽക്കൂടും കാലിത്തൊഴുത്തും. ഇന്ന് ഈ ലോകത്തിന്നേ വരെ യാതൊരു കാലിത്തൊഴുത്തും ഒരു സന്തോഷത്തിൻ്റെ അനുഭവം നമുക്ക് തന്നിട്ടില്ല. എന്നാൽ ബേത്ലഹേമിലെ ഈ ഒരു പുൽക്കൂട്ട് മാത്രമാണ് നമുക്ക് ഇത്രയേറെ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ പിറന്ന ആ ദൈവസ്നേഹം ഈ ക്രിസ്മസ് രാവിലെ നാം കാണുന്ന ഈ ഒരു പുൽക്കൂടും അതിലെ ഉണ്ണി യേശുവിനെ നാം കാണുമ്പോൾ ദൈവസ്നേഹം നമുക്കായിട്ട് പിറന്നിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പണ്ഡിതനെയും പാമരനെയും ഒരുപോലെ കാണുന്നവനായ ദൈവത്തെയുമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ക്രിസ്മസിൻ്റെ ഈ വേളയിൽ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഏവരും സന്തോഷത്തിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലും ഒക്കെ ആയിരിക്കുന്ന ഈ സമയത്ത് ഒരു പക്ഷേ ഇന്ന് ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധ്യമാകാതെ പലതരത്തിലെ പ്രയാസം അനുഭവിക്കുന്നവരെ കൂടി നമുക്കൊന്ന് ഓർക്കാം. അവർക്ക് വേണ്ടിയും അവർക്കും ഒരു സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനു കൂടി നാം ഈ ഒരു ക്രിസ്മസ് കാലഘട്ടം ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മറ്റൊരു ചിന്ത കൂടി പറയട്ടെ. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പുൽക്കൂട് ഒരുക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്മസ് ഡിസംബർ 1 തന്നെയൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ നക്ഷത്രം തൂക്കാറുണ്ട്. ഈ നക്ഷത്രം എന്തിൻ്റെ പ്രതീകമാണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നാം കാണുന്നു, വിദ്വാൻമാർക്ക് വഴികാട്ടിയായ ഈ നക്ഷത്രം അത് ചെന്നെത്തി നിന്നത് ആ ശിശു ജനിച്ച ക്രിസ്തു ജനിച്ച ആ ഭവനത്തിൻ്റെ മുന്നിൽ വന്നാണ് ആ നക്ഷത്രം നിൽക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ക്രിസ്തു ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നാം തൂക്കിയിരിക്കുന്ന ഈ നക്ഷത്രങ്ങളും അത് സൂചിപ്പിക്കുന്നത് ഈ ഭവനത്തിൽ ക്രിസ്തു ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്കൊരിക്കൽ കൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ ഭവനങ്ങളിൽ ഈ ക്രിസ്മസ് വേളയിൽ ജനിക്കുന്ന ഈ ക്രിസ്തു നമ്മുടെ ഈ ഒരു വർഷക്കാലം, നമ്മുടെ ജീവിത കാലഘട്ടത്തിലൊക്കെയും നമ്മുടെ ഭവനങ്ങളിൽ ഈ ക്രിസ്തു ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഈ നക്ഷത്രം തൂക്കുന്നതിലൂടെ എൻ്റെ ഭവനത്തിൽ ക്രിസ്തു അഥവാ രക്ഷകൻ പിറന്നിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട ഭവനമായിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതവും ഒക്കെ അതിന് ചേരുന്ന ഒരു ക്രൈസ്തവ സാക്ഷ്യമുള്ള ജീവിതമായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.